വിളവെടുപ്പ് എല്ലാ വ്യാഴാഴ്ചകളിലും നടക്കുന്നു. ആന്തൂറിയം പൂക്കളുടെ കമ്പോള വില മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടേതുപോലെയല്ല. ഇലയുടെ വീതിയും ഭംഗിയും തണ്ടിൻ്റെ നീളവുമനുസരിച്ച് തരം തിരിച്ചാണ് ഇവയ്ക്ക് വിലയിടുന്നത്. സാധാരണയായി 5 ഗ്രേഡുകളിലായാണ് ഈ തരംതിരിവ്. 1 ഇഞ്ചിന് 2 രൂപ എന്ന കണക്കിലാണ് പൂക്കൾക്ക് വില ലഭിക്കുക. 5 ഇഞ്ച് വരെയുള്ള പൂവുണ്ടാവും. ടോമിയുടെ തോട്ടത്തിലെ പൂക്കളുടെ ശരാശരി വില 7 മുതൽ 8 രൂപ വരെയാണ്. ഇതിനെ ആവറേജ് ഫ്ലവർ റേറ്റ് എന്ന് വിളിക്കുന്നു. ഈ കണക്കനുസരിച്ച് 1000 പൂക്കൾക്ക് 7000 രൂപയെങ്കിലും വില ലഭിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആഴ്ചയിൽ കുറഞ്ഞത് 7000 രൂപ വരുമാനമുണ്ടാക്കാൻ ടോമിക്ക് കഴിയുന്നു. അതായത് മാസം 28,000 രൂപ അറ്റാദായമായി ലഭിക്കുന്നു. പൂ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ മുറിപ്പാടുകളിൽ ഫംഗസൈഡ്സ് തേച്ചു കൊടുക്കേണ്ടതുണ്ട്. പൂക്കൾ മുറിക്കുവാനും മറ്റുമായി ടോമിക്ക് സഹായികളേറെ. ടോമിയുടെ വിജയം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തിൻ്റെ ബാക്കിപത്രമാണ്. പിതാവ് വർഗീസ് എല്ലാ കാര്യത്തിനും ടോമിക്കൊപ്പമുണ്ട്. മാതാവ് എൽസമയും ഭാര്യ ഷീമയും ചേർന്നാണ് വീടിനടുത്തെ ഫാമിൽ നിന്ന് പൂക്കൾ പറിച്ചെടുക്കുന്നത്. പൂക്കളുടെ നിറപ്പെരുമ പാൽപുഞ്ചിരിയിൽ ഏറ്റുവാങ്ങി 6 മാസക്കാരൻ മകൻ ജോർജും ഇവർക്കൊപ്പം ചേരുന്നു. ഒരു ചെടിയിൽ നിന്ന് 5 വർഷം വരെ തുടർച്ചയായി വിളവെടുക്കാവുന്നതാണ്. പറിച്ചെടുക്കുന്ന പൂക്കൾ വളരെ ശ്രദ്ധയോടെയാണ് വീട്ടിലെത്തിക്കുന്നത്. അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു. ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിൽ മുക്കി ദളങ്ങൾ നന്നായി വൃത്തിയാക്കിയെടുക്കും. പൂവിതളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും വളാവശിഷ്ടങ്ങളുമൊക്കെ കളഞ്ഞ് ഇവയെ ചെറിയ പ്ലാസ്റ്റിക് കൂടുകൾക്കുള്ളിലാക്കുന്നു. അഴിഞ്ഞു പോകാതിരിക്കുവാനായി അടിഭാഗം സ്റ്റേപ്ലർ ഉപയോഗിച്ച് കൂട്ടിയോജിപ്പിക്കുന്നു. പൂക്കൾക്ക് ഒന്ന് നോവുക പോലും ചെയ്യാതെ അത്യധികം സൂക്ഷ്മതയോടെയാണ് ഈ പ്രവൃത്തി. കൂർത്ത തണ്ടിൻ്റെ അറ്റം കൊണ്ട് മറ്റു പൂക്കൾക്ക് മുറിവേൽക്കാതെ കാക്കേണ്ടതുണ്ട്. ഒരു പൂവ് പോലും നഷ്ടപ്പെടുവാൻ പാടില്ല. പൂവൊന്നിന് കുറഞ്ഞത് 7 രൂപ വില കിട്ടുമെന്ന് ടോമി പറഞ്ഞത് ഓർക്കുക. ഈ പൂക്കളെ ഒന്ന് മറ്റൊന്നിന് കേടുവരാത്ത രീതിയിൽ കടലാസുപെട്ടിയിൽ അടുക്കിയെടുക്കുന്നത് കച്ചവടക്കാർ തന്നെയാണ്. എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് ടോമിയുടെ പൂക്കളുടെ സ്ഥിരം വാങ്ങലുകാർ. എല്ലാ വ്യാഴാഴ്ചകളിലും വീട്ടിലെത്തി ഇവർ പൂക്കൾ ശേഖരിച്ചുകൊള്ളും. ഡൽഹിയാണ് ആന്തൂറിയം പൂക്കളുടെ പ്രധാന വിപണി. കേരളത്തിൽ വിളയുന്ന ആന്തൂറിയം പൂക്കൾ ട്രെയിനിലോ വായുമാർഗമോ ഡൽഹിയിലെത്തുന്നു. 2-3 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്തരേന്ത്യൻ കല്യാണങ്ങൾക്ക് അത്ര തന്നെ കാലം വാടാതിരിക്കുന്ന പൂക്കളോടാണ് പ്രിയം. തളരാതെ നിൽക്കുവാനുള്ള ആന്തൂറിയത്തിൻ്റെ സ്വതസിദ്ധമായ ഉൾക്കരുത്ത് അവിടെ വിജയം നേടുന്നു. കല്യാണത്തിനും മറ്റ് ആഘോഷങ്ങൾക്കുമായി വേദികൾ അലങ്കരിക്കുവാനാണ് ഈ ചുവപ്പ് പുഷ്പങ്ങൾ ഏറിയ പങ്കും ഉപയോഗിക്കുന്നത്. ബൊക്ക പോലുള്ള പുഷ്പാലങ്കാര സാമഗ്രികളിലും ആന്തൂറിയത്തിൻ്റെ സാമീപ്യം ഒഴിച്ചു നിർത്താനാവുന്നതല്ല. എന്നാൽ നമ്മുടെ ആഭ്യന്തര പുഷ്പ വിപണിയിൽ ആന്തൂറിയത്തിന് വേണ്ടത്ര സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല. ഗ്ലാഡിയോലസ് പോലുള്ള സായിപ്പിൻ്റെ പൂക്കളോടാണ് നമുക്ക് ഇന്നും പ്രിയം. മുറ്റത്തെ മുല്ലയ്ക്ക് അല്ലെങ്കിലും മണം കുറയും. ഉത്തരേന്ത്യയിൽ ആന്തൂറിയത്തിൻ്റെ വിപണന സാധ്യതയ്ക്ക് ഒരു പ്രേമ പരിവേഷം കൂടിയുണ്ട്. പ്രണയദിനങ്ങളിലും മറ്റും കാർഡുകൾക്കൊപ്പം ഒരു ആന്തൂറിയം പൂ കൂടി സമ്മാനിക്കുന്ന യുവഹൃദയങ്ങൾ അവിടെ ധാരാളം.
കൂർത്ത ശരം പതിച്ച ചുവന്ന ഹൃദയം പ്രേമത്തിൻ്റെ അടയാളമായിരിക്കെ അതിൻ്റെ നിറവും ആകൃതിയുമൊക്കെയുള്ള ആന്തൂറിയം പൂക്കളുടെ കൈമാറ്റം പുതിയ പ്രണയമോഹങ്ങൾക്ക് ശുഭാരംഭം കുറിക്കുന്ന ഒന്നായി മാറുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ നിന്ന് നേടിയ സാമ്പത്തിക ഭദ്രതയിൽ ടോമി അങ്ങേയറ്റം സന്തുഷ്ടനാണ്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ അടച്ചു തീർത്തിരിക്കുന്നു. ഇപ്പോഴുള്ള ഫാമും ചെടികളുമൊക്കെ മൂലധനമായി മാറിയിട്ടുണ്ട്. കൃഷി വിപുലീകരിക്കുവാൻ ഇനിയും ധനസഹായം ചെയ്യുവാൻ ബാങ്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുതിയ കർഷകർ അതീവ ശ്രദ്ധയോടുകൂടി വേണം ഈ കൃഷി തുടങ്ങുവാനെന്ന് ടോമി ഓർമ്മിപ്പിക്കുന്നു. ആദ്യകാലങ്ങളിൽ പലതരം പ്രശ്നങ്ങളെ ടോമിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെടികൾ വാങ്ങുമ്പോൾ ചതിയിൽ പെടരുതെന്നാണ് ടോമിയുടെ ഉപദേശം. അമിതമായ മോഹപ്രതീക്ഷകളും ദോഷം ചെയ്യും. പിന്നെ എല്ലാ കാര്യത്തിലും വലുത് ആത്മസമർപ്പണം തന്നെയാണ്. ടോമിക്ക് കൈമുതലായുള്ളതും അതുതന്നെയാണല്ലോ. നെടുമ്പാശ്ശേരി വിമാനത്താവളം അതിരിട്ട ചെറുവഴിയിലൂടെ ഹരിതഭാരതം തിരിച്ചിറങ്ങിയപ്പോൾ നേരം നന്നേ വൈകിയിരുന്നു.